Hi friends, it's me Hridya. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് പുറത്ത് പോയപ്പോൾ പൈപ്പ് ക്ലീനേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഫ്ലവർ ഉണ്ടാക്കാമെന്ന്. അപ്പം സാധാ ഒരു ഫ്ലവറല്ല, ലീവ്സും മുട്ടൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ പോട്ട് ഉണ്ടാക്കാനായിട്ട് പൈപ്പ് ക്ലീനർ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അക്രിലിക് പെയിൻ്റ് ഇട്ട് കളർ ചെയ്യാം കേട്ടോ. പിന്നെ പേപ്പർ കൊണ്ട് കവർ ചെയ്യാം, പക്ഷേ എനിക്കപ്പം കുറച്ച് ക്ഷമയോടെ നല്ല ഭംഗിയിൽ ചെയ്യണം. പേപ്പർ കൊണ്ട് ഒട്ടിച്ചാൽ ആകെ കൊള്ളാമെന്ന് വിചാരിച്ച് ഞാൻ പെയിൻ്റ് കൊണ്ടാണ് കേട്ടോ കളർ ചെയ്തത്. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ, വൈറ്റ് ആയാലും കുഴപ്പമില്ല, യെല്ലോ, അങ്ങനെ പല തരത്തിലുള്ള കളേഴ്സിൽ ഉണ്ടാക്കാം. അതെടുത്തിട്ട് എന്തെങ്കിലും കുറച്ച് തടിയുള്ള സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതൊന്നും ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഞാനിവിടെ 6 ഇതളാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ 6 പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ പിരിച്ചു കൊടുക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഇതള് പോലെ ഒന്ന് പിരിച്ച് മടക്കി എടുക്കുക കേട്ടോ. അപ്പോൾ മുട്ടും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. ഫ്ലവേഴ്സ് ആക്കിയിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഞാനിവിടെ ഫ്ലവർ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഇതൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഗിവ് അവേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് പോയി കാണാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഈ ക്രിസ്മസ് സീരീസ് ഞാൻ 10 വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത്, വീഡിയോ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു പൈപ്പ് ക്ലീനർ സീരീസില്ലേ, ഇത് നമ്മുടെ പാർട്ട് 1 ആണ്. അതായത് ഞാൻ ഈ പൈപ്പ് ക്ലീനറൊക്കെ വെച്ചിട്ട് കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന സീരീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഷോർട്ട് വീഡിയോയും അവൈലബിൾ ആണ്. ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം, ഇതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യുകയെന്ന് പറയുന്നത് ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും ആർക്കും വീട്ടിലെ ഷോക്കേസിലൊക്കെ വയ്ക്കാതെ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും വലിയമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചും കൊടുക്കാം, ഇങ്ങനെ വയ്ക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്കിതൊരു കുറേ ഉണ്ടാക്കിയിട്ട് ഒരു ബൊക്കെ പോലെയൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. കുറേ പൈപ്പ് ക്ലീനേഴ്സ് വേണ്ടി വരും. അപ്പോൾ ഇപ്പം ഞാൻ പോട്ടിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഇതേപോലെ തന്നെ മുട്ടും ഉണ്ടാക്കുക, അതായത് ഫ്ലവറിൻ്റെ രൂപത്തിൽ കാട്ടുക കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് സ്പീഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ബാക്കിൽ ഒന്ന് അടിച്ചു പോകുക കേട്ടോ. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ എടുക്കാം. അത് എന്നിട്ട് ഇതിൻ്റെ നടുക്കിൽ വെച്ചിട്ട് കുത്തി കൊടുക്കാം. എന്നിട്ട് സൈഡിക്ക് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. അതേ കണ്ട വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മുട്ടാക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ ഗ്രീൻ കളർ ഭാഗം അങ്ങനെ കാണത്തില്ല, നമ്മൾ ഉള്ളിൽ കേൾക്കുന്ന ഭാഗമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചളവള പറയും, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാമറയിൽ ചെയ്യുമ്പോൾ എനിക്ക് നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് വേറെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മുട്ട് ഫ്ലവർ ഞാൻ 2 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ട് ഇതേപോലെ ഒന്ന് ഉള്ളിക്കാക്കി കൊടുക്കുക കേട്ടോ. ഈ ഗ്രീൻ കളറുള്ള ഭാഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പിങ്ക് കളർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും ഇതേപോലെ പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ലീഫാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ ഇത് പൈപ്പ് ക്ലീനർ തീർന്നു. അപ്പോൾ ഞാൻ വേറൊരു കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഹാഫാക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ചുരുട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ 2 രണ്ടെണ്ണം വരില്ല, അത് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ മുകളിലേക്കും ആക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശരിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇതിങ്ങനെ പോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലീഫ് റെഡി. ഇനി നമുക്ക് ഈ ഒരു 2 എണ്ണം ഉണ്ടല്ലോ താഴെ, അപ്പോൾ ഈ ഒരെണ്ണം ബാക്കിലോട്ടൊന്ന് തള്ളിയിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് എടുക്കുക. കണ്ട വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അവിടെ പൊന്തി വെക്കണ്ട, അത് നമുക്ക് കാര്യമാക്കണ്ട, അത് നമ്മൾ വളച്ചു കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. അപ്പോൾ ശരിയായിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ 2 ലീഫ് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ 2 ലീവ്സ് തന്നെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിരുന്ന പെയിൻ്റൊക്കെ ചെയ്ത് ഉണക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പർ കപ്പിലോട്ട് ഇതൊന്ന് എടുക്കുക. എന്നിട്ട് അതിൽ തെർമാക്കോൾ പീസസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഈ ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും മുട്ടൊക്കെ അതിൽ ഇറക്കി വയ്ക്കുക. അവസാനം ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.